ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ SI ഗെയിമിംഗ് സോൺ. അപ്പോൾ നമ്മളിന്നൊരു റൂം മാച്ചാണ് കളിക്കുന്നത്. ഫ്രീ ഫയർ. ഞാനും എൻ്റെ ഫ്രണ്ട് നിരഞ്ജൻ, അവൻ മലയാളിയുടെ, അവനാണ് ഞാൻ ടീം. പിന്നെ അപ്പുറത്തൊരു പ്രോ പ്ലെയർ ആണ്, എപ്പിക് ത്രോൺ. കളിക്കുകയാണ്. പിന്നെ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അതൊക്കെ ഒരുമാതിരി സമയം കിട്ടുന്നില്ല. യൂട്യൂബ് ചാനലിനെ പറ്റി അങ്ങ് മറന്നൊക്കെ പോയി, സമയം കിട്ടില്ല ഇങ്ങോട്ട് വിടാൻ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. എടാ നിരഞ്ജ, ഹലോ. എടാ നിരഞ്ജ, ആ കേൾക്കാം. കളി എടുക്കണം കേട്ടോ. അവൻ അത്യാവശ്യം പ്രോയാ. ഇതാണ് അവൻ. ഞങ്ങളെല്ലാവരും ഒരേ ഗിൽഡിലുള്ളവനാട്ടോ. പിന്നെ വേറെ കാര്യം, അവൻ്റെ കളി നിങ്ങൾക്ക് ഇപ്പം കാണാൻ കഴിയും. അല്ല, അവൻ നമ്മുടെ ഗിൽഡിലുള്ളവനല്ലേ, പിന്നെ എന്തൊരു ടെസ്റ്റ്. ഒയ്യോ, പിന്നെ ഇവനെ ഒഴിച്ച് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ഞാനാണ് കേട്ടോ. അത് പറയാം, ഇവരെ ഒഴിച്ച്. ബട്ട് ഇവന്റെ മുന്നിലാണ്. ഒയ്യോ, അവനിങ്ങോട്ട് വരട്ടെ. പാടാ ഇങ്ങോട്ട് നീ. അതെ, എന്നെ കുടിക്കടാ അവൻ. ഇതിലും വഴി പോയി നോക്കാം. സത്യം പറഞ്ഞ ഗൈസ്, അവനൊരു ഹാക്കർ പ്ലെയർ തന്നെയാണ് കേട്ടോ. ഏകദേശം ഗൈസ്, അത് സത്യാട്ടാ. ഒയ്യോ, തല പൊളിച്ചു. എന്റെ പൊന്ന് ഗൈസ്, അപ്പൻ വേറെ ലെവലാ. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഓവറായിട്ട് പറഞ്ഞ ചളാക്കുക നല്ലടാ. ബട്ട് നിങ്ങളൊന്ന് കളിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അല്ലടാ എരിഞ്ച, അല്ലാണ്ട് ഞങ്ങള് തലവെച്ച് കൊടുക്കുന്നല്ലേ, ഇത് ബോഡിയിലോട്ടുമല്ലേ, ഹെഡ്ഷോട്ടാണ്. ഞങ്ങളൊരു ഡാമ് പോലും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഡാമൊക്കെ നോക്കി M8 കൊണ്ട് അടിച്ചിട്ട് നമ്മളെ ഡാം നോക്കിയത് 0 ഡാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര മോശം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര മോശം. എല്ലാവരും ഒന്ന് കാണാൻ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് മണിയൊക്കെ നടിച്ചേ. ആ മണിയൊക്കെ നടിച്ചേ. ഫ്രീ ഫയർ കളിക്കണം എല്ലാവരും. ആദ്യമേ നിർജന മോട്ടിവേഷൻ സ്പീക്കർ. നിർജന, നിന്റെ മോട്ടിവേഷൻ സ്പീക്കർ കേൾക്കാൻ ആരുമില്ല. എന്നാ നീ അവിടെ മാറിപ്പോയി എലിമിനേറ്റ് ആവും. വേറെ എന്നാ പറയാ, ഇവിടെ രണ്ടുപേരുടെ ഒരുമിച്ച് ചേർക്കണമല്ലേ അവൻ പറഞ്ഞത്. അത് അത്ര കോൺഫിഡൻസാ. വാ, എപ്പിക് ത്രോണറിനെ തല പൊളിച്ച് മലയാളിടാ. മലയാളിടാനെ പിന്നെ ഞാൻ ചതിച്ചിട്ടൊക്കെ ഉണ്ട് കുറെ തവണ. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. അല്ലടാ എറിഞ്ച, ചതിച്ചിട്ട് ഇല്ലല്ലോ ഞാൻ. ചിലപ്പോ ഇത് വോയിസ് ക്യാൻസലേഷൻ വരാൻ സാധ്യതയുണ്ട്. വോയിസ് ക്യാൻസലേഷൻ വരാൻ സാധ്യതയുണ്ടോ? അത് കുഴപ്പമില്ല, അതെന്നായിലോട്ടെ. നമ്മൾ ആദ്യ ഉദ്ദേശിച്ച കണ്ടന്റ് അല്ലല്ലേ ഇത്. നമ്മൾ ആദ്യ ഉദ്ദേശിച്ച വേറൊരു കിണ്ണം കണ്ടന്റ് ആയിരുന്നു. പക്ഷെ ആ കണ്ടന്റ് പോയി, ഫ്ലോപ്പായി. നമ്മുടെ മലയാളി ഇടാൻ തേണ്ട നിൽക്കുന്നു. ഇതാണ് മലയാളി ഇടാ അഥവാ നിരഞ്ജൻ. ഇതാണ് ഇത്. കൊലക്കത്തില്ല, അന്നും അത് ഇന്നും അതെ, കൊലക്കത്തില്ല. സ്കൈലർ ആയിട്ടേക്കണം. സ്കൈലർ മാറ്റാൻ മറന്നുപോയി, ക്യാരക്ടർ സ്കിൽ ഓഫ് ചെയ്യാനും മറന്നുപോയി. അവനവിടെ പൊന്നിറ, അവൻ ഞാൻ കണ്ടു. എന്റെ പൊന്നിറ ഓടാ. സ്കൈലർ ഇടണമെന്ന് നോക്കുമ്പോൾ സ്കൈലർ ഇടിപ്പിക്കണം. ഇവന് തന്നെയാ. എടാ നിന്റെ ബാക്ക്. എടാ ഇവൻ എന്തിയാടാ, പൊക്കലില്ല. അവൻ ഏതവനാണെങ്കിലും എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവനെ റൗണ്ട് എടുത്ത്. അവൻ ശരിക്കും കിണ്ണം കാച്ച് പ്ലെയർ ആണ്ടാ ഗൈസ്.
PC പ്ലേയേഴ്സ് അല്ലെന്നാ. എടാ നീരജ നീ പറയണ കേൾക്കാൻ പറ്റുന്ന വലിയ ഒച്ചയില്ല കേട്ടോ നീ പറയണത്. ചിലപ്പോൾ വീഡിയോയിൽ അത് കാണത്തേ ഇല്ല നിന്റെ വോയിസ്. കേക്കാവോ? കുഴപ്പമില്ലാതെ കേൾക്കാം, അതേ പറയാനുള്ളൂ. ഗായ്സ് ഓനെ കാണാനില്ല, ഓനെ കാണാനില്ല. ഓനിവിടെ ഉണ്ട്, ഓനിവിടെ ഉണ്ട്. ഓൻ എൻ്റെ അടുത്ത്, ഓൻ എൻ്റെ അടുത്ത്, ഓൻ എൻ്റെ അടുത്ത്, ഓൻ എൻ്റെ അടുത്ത്. പൊക്കലാണ്, പൊക്കൽ റൂമിലൊന്നും ഇല്ലടാ പൊട്ട. എനിക്ക് കത്തി ഒന്നും കൊണ്ടത് അവന്റെ കത്തിയാണോ? അല്ലേ പിന്നെ എനിക്ക് ഏത് കത്തിയൊന്നും കൊണ്ടല്ല, നിന്റെ കത്തിയാ. എടാ വൃത്തികെട്ടവൻ അവിടെ ഒളിച്ചിരുന്ന് അവൻ അവിടെ ഒളിച്ചിരുന്ന് ഞാൻ വന്നപ്പോ അവൻ കേറി വന്നങ്ങ് അടിച്ചടാ. നീ വീഡിയോ കണ്ടാ മനസ്സിലാവില്ല നിനക്ക്. പിന്നെ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാനുള്ള, അല്ല പിന്നെ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യാനുള്ള, പ്യൂറായിട്ട് അങ്ങ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുവാണ്. ഞാൻ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാവുള്ളൂ. അത് വെച്ച് തപ്പിത്തറഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീഡിയോ അല്ല, ഇത് വേറെ ഒരു ഷോർട്സും അല്ല. നീ എങ്ങനെയാണ് അവന്റെ നീയിപ്പൊ കളി എടുക്കണം കേട്ടോ എരിഞ്ച. ഞങ്ങളുടെ വീഡിയോ 74 പേരിന് മേലെ കാണാറുണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 20. അതെന്നാണ് ഒന്ന് എടുക്കുന്നിരഞ്ചം ബ്രോ. അങ്ങനെ കയ്യിൽ കിട്ടി മേടിച്ചു വെച്ചു. ഇമോട്ടിട്ട് ഓടണോ? ഞാൻ പേച്ചനാനു കേക്ക മാട്ടേ. കുറച്ച് മാസമായിക്കോട്ടെ, കളി നോക്കാൻ പോണല്ലേ, ഒരു മാസമായിക്കോട്ടെ. ഈ വീഡിയോയ്ക്ക് ഒരു 1K ലൈക്ക് എങ്ങാനും വാങ്ങിക്കണം. 1K ലൈക്ക് അല്ല 500 ലൈക്ക്, 500 ലൈക്ക് ആയി കഴിഞ്ഞാൽ 1v4 ഞാൻ അപ്പുറത്തും പിന്നെ 1v4 വീഡിയോ അപ്ലോഡ് ആവും. അതിൻ്റെ വാക്ക 100K ലൈക്ക് ആയി കഴിഞ്ഞാൽ ഒരു ഗീവ് അവേ ഉറപ്പാ. അത് ഞാൻ പറഞ്ഞു. അയ്യോ അതെന്നാ നാളെ ബാക്കിൽ നിന്ന് ഒന്നാ കടിച്ചിട്ടാ. ബാക്കിൽ നിന്ന് അടിച്ചിട്ടാ. എടാ അവനെ അടിയടാ. എടാ അടി ടീമപ്പ് ആകല്ലേ പൊട്ട. എന്നിട്ട് നീ അടിച്ചിട്ട് അവൻ നിന്റെ തലക്കെട്ട് വന്നടിക്കും. ഇത് കഴിഞ്ഞിട്ട് നിരഞ്ജനും. എടാ ഇത് ഇന്നാളെ ഇവൻ ഹാക്കർ ബൈ ഹാക്കർ. സ്പാസ് ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. സ്പാസിൽ നിന്ന് കളിച്ചു നോക്കട്ടെ. പഴയ സ്പാസിന്റെ കളി ഒന്ന് പൊളിത്തട്ടി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പഴയ സ്പാസിന്റെ കളി ഒന്ന് പൊടിത്തട്ടി എടുക്കാൻ ഞാൻ പിന്നെ ആണ്ടിലൊരിക്കലേ വീഡിയോ ഇടുള്ളൂ, അത് വേറെ കാര്യം. ഞാൻ മറ്റേ ആനിമേ എക്സ്പോഷർ കാണുന്നവർക്കറിയായിരിക്കും. ആണ്ടിലൊരിക്കലും വീഡിയോ ഇടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരു മാസം 2-3 മാസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇടുവാൻ. ആനിമോ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. മറ്റേ വൺ പീസ് ഒക്കെ സ്ട്രീം ചെയ്യണം അവനാ. എക്സ്പ്ലനേഷൻ ഇവനിവിടെ തന്നെ നിൽക്കണുണ്ടല്ലോടാ. നീ എനിക്കിട്ടടിക്കലടാ. പിന്നെ ഞാൻ മെയിനായിട്ട് സ്നൈപ്പർ പ്ലെയർ ആണ്. ഞാനെന്ന് ഇവനും 1 ടാപ്പ് പ്ലെയർ അല്ല. അതാണ് വേറെ. കണ്ടാലും ഇല്ലെങ്കിൽ ഞാൻ റിമോട്ടങ്ങ് മാറ്റി. അല്ല പിന്നെ എടാ ഞാൻ സ്പാസിന്റെ കളി എടുക്കണതിന് നിരഞ്ജൻ കളി കണ്ട. നിരഞ്ജന്റെ പ്രോത്തരം കണ്ട. ഞാൻ എടുക്കണതിന് മുന്നേ അവൻ കളി എടുത്തു തുടങ്ങി.
എന്നിട്ട് ഇത് നമുക്കൊരു ഓട്ടം മത്സരം നടത്തിയാലാടാ. ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടം മത്സരം നടത്താവേ. അത് നമുക്ക് ഇതിനകത്തിടാം. അവസാനം സോണ് വന്ന് ആരെയാ കൊല്ലണേന്ന് നോക്കാം, ആരാ ചാവണേ നോക്കാം. സോണ് വന്നിട്ട് നമുക്ക് ഓട്ടം മത്സരം നടത്താം. അൺലിമിറ്റഡ് മെഡിക്കറ്റ് ഇടാൻ പറ്റുമോ? അൺലിമിറ്റഡ് മെഡിക്കറ്റ് ഒന്നും ഇടാൻ പറ്റില്ല. എന്നാ പിന്നെ എന്നാ ഓട്ടം മത്സരം. എവിടെയാടാ ഇത്? അയ്യോ അയ്യോ ഒയ്യോ ആയി കിട്ടി. ഒരു ഗ്രനേഡ് മേടിച്ച് കൊണ്ടെറിഞ്ഞ് കൊടുത്താടാ, അപ്പം ചത്തോളൂ അല്ലേ. ഓ ഗൈസ്, നമ്മന നിരഞ്ജന്റെ പ്രോത്തരം, നിരഞ്ജന്റെ പ്രോ കളി കാണാം ഗൈസ്. നമുക്ക് ഇന്ന് കാണാം നിരഞ്ജൻ പ്രോയാണോ ന്യൂബാണോ. ന്യൂബാണെന്ന് പറയാൻ പറ്റില്ല, ഞാനാണ് ആദ്യം വിട്ടത്. അപ്പം ഞാനാണ് കാട്ടുനൂബ്. നിരഞ്ജൻ അനങ്ങാതിക്കല്ലേ, ബോട്ടത്തര. എടി ഇവൻ ഐറിസ് ഇട്ട് കളിക്കണം. എന്നാൽ പിന്നെ എനിക്ക് സ്കൈലർ ഇട്ടാൽ പിന്നെ ഞാൻ സ്കൈലർ ഇടാൻ പോവാ. പിന്നെ ഐറിസ് ഇട്ട് കളിക്കണമെങ്കിൽ ഞാൻ സ്കൈലർ ഇടും. അവൻ അങ്ങോട്ട് എടിയപ്പോ ഓ നിരഞ്ജൻ പൊളിഞ്ഞെന്ന് തോന്നണം. നിരഞ്ജൻ്റെത് തല പൊളിഞ്ഞ. ഇവിടെ ആരുടെ തല ഇനി പൊളിയണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും ആരുടെങ്കിലും ഒരാളുടെ തല ഇന്ന് പൊളിയും ഇവിടെ. അയ്യോ ഒട്ടും സോണി കയറി ചാവാത്ത പ്ലെയർ ഇടാ. ഇവനെ പിന്നെ ഞങ്ങൾ വിളിക്കുന്ന കുക്കു എന്നാണ്. കുക്കു. പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അവനെങ്ങാനും എലിമിനേറ്റ് ആയാൽ എന്നിട്ട് നിന്റെ കരുനാക്കാട്ടാ. എലിമിനേറ്റ് ആയില്ല, ആയാ നിന്റെ കരുനാക്കാ. നീയല്ലേ പറഞ്ഞ ഞങ്ങൾ സോണി പോയി എലിമിനേറ്റ് ആവണ പ്ലേയേഴ്സ് അല്ലത്. നിരഞ്ജനാക്കിൽ കൊടുത്തു കൊടുത്ത് ഇമോട്ട് തിരിച്ച് കിട്ടി. വായും കൂട്ടി ഇരുന്നു നമ്മൾ മങ്ങാണ്ടി വീട് വീട് മച്ചിങ്ങ താണ താണ. ഒന്നെടുക്കടാ, കളി പോണ്. നമ്മളിതേ ഇൻസ്ട്രക്ഷനിലൊന്നും അല്ലായിരുന്നു കളി തുടങ്ങിയത് കേട്ടായിരുന്ന. അവനൊന്നും മിണ്ടല്ലോ. അവൻ്റെ നമ്മൾ എന്തായാലും ജയിക്കും എന്നങ്ങോട്ട് പറഞ്ഞാണ് കളി നമ്മൾ ഇൻട്രോ എടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയത്. ഇൻട്രോ എടുത്തപ്പോഴത്തേക്ക് വാവൂട്ടി കിട്ടി. എടാ എന്നിട്ട് അവൻ ആ സൈഡ് വഴി ഇറങ്ങണ്ടേ, മാർക്കണെല്ലാം അവനുണ്ടാവൻ. സൂപ്പർ പണ്ടാറ എനിക്ക് കിട്ടിയേ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയേ. അതും വെച്ച് ഞാൻ മിണ്ടായിരിക്കാൻ പോവാ. നീ ആദ്യം ഞാനിപ്പോ മണ്ടക്ക് ഇവന് ഓപ്പി കളികളാ. സിലോപ്പി പ്ലേ. കിട്ടിയതും കൊണ്ട് വയലിരുന്നു ചമ്മിമാറിയിരുന്നു ഞങ്ങൾ. I make mistakes, but I always come back. Always come back ഉണ്ട്. ഞാൻ ഷോർട്ട് റേഞ്ച്. അയ്യോ ഇത് M80X ആണ്. എനിക്ക് M80X വേണം. M80X കളിക്കില്ല. ഹലോ, നിരഞ്ജന റേഞ്ച് പോയെന്നല്ലോ തോന്നുന്നു. നിരഞ്ജൻ റേഞ്ച് പോയാ പിന്നെ ഞാനത്ര കളിച്ചിട്ട്. നിരഞ്ജൻ പോയി. നിരഞ്ജന് ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു. നിരഞ്ജൻ വൃത്തികെട്ട ഐറസ് ഇടണ്ട. ഐറസ് ഇട്ടാണ് നിന്റെ തലക്കെട്ടി അടിക്കും മോനെ. സ്കൈലർ ഇട്ട് കൊടുത്താലടാ. ഞാൻ എൻ്റെ കൊളുത്ത് വെളി കടക്കാൻ നല്ല. പിന്നെ അവൻ ഐറസ് ഇടുന്നു. ഈ USB കൊണ്ടടിക്കണടാ കിട്ടി. എടാ എന്റെ നെറ്റ് പോയി.
ഗായ്സ് എൻ്റെ നെറ്റ് പോയി. നെറ്റ് വന്നു. അയ്യോ, കിട്ടി. പേടിച്ചാ കളിക്കുന്നത്. പേടിക്കാതെ എൻ്റെ മുന്നിൽ കളിക്കാൻ പറ്റില്ല. ഹെൽപ്പ് മീ ഗായ്സ്. ഒരു കോള് വന്നു ഞങ്ങൾ I make ചത്തു. mistakes, ഒരു കോള് വന്നു but I ഞങ്ങൾ ചത്തു. always come back. ഞാൻ നിരഞ്ജനാണ് ഗായ്സ് വിളിച്ചത്. വിളിച്ചിട്ടൊരു കോള് വന്നു, ഞാൻ ചത്തു. അത്ര ഞാൻ കണ്ടുള്ളൂ. എടാ ഈ വൃത്തികെട്ടവൻ കളിക്കലുണ്ടാന്ന് പോലും എനിക്ക് അറിയത്തില്ല. കളിക്കലുണ്ട്. അവൻ എംട്രൊക്കെ എടുക്കണം കളിക്കണേ. എടാ നിരഞ്ജ, ഹലോ കേൾക്കാവോ? കേൾക്കാൻ പറ്റാത്ത വേറെന്തോ ഇഷ്യൂ. അയ്യോ വേറെ എപ്പിട്രോളർ അടിച്ച് അണ്ണാക്കി തന്നടാ. അവൻ അവിടെ തന്നെ നിൽക്കുവാണ് ഗൈസ്. ഞാനില്ലോ എന്തായാലും കളി നോക്കണ കളിയല്ലേ. എടാ അവൻ്റെ അവിടെയാണല്ലോ ഫ്രൂട്ട്സ്. അപ്പോൾ മറ്റവൻ അതിൽ നമ്മൾ കറങ്ങി തന്നെ അങ്ങനെ കണ്ടു. അടിച്ചും കിട്ടി. ചുമ്മാ അടിച്ചേ കയറിയത്. കേസത്ത് ബാക്കിൽ നിന്നിട്ട് അടിച്ച അവൻ എന്നൊരു തവണ ബാക്കിൽ നിന്ന് അടിച്ചിട്ടില്ലേ? അതിന്റെ പ്രതികാരമായി കൊടുക്കുക. അല്ലാതെ ഞാൻ കള്ളക്കളിയൊന്നുമല്ല. ഒരു തവണ അവൻ എന്നെ ബാക്കിൽ നിന്ന് അടിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മ അതങ്ങ് തിരിച്ചു കൊടുത്ത്. നിരത്തിന് നെറ്റ് പോയെന്നാട്ടോ തോന്നണം. നെറ്റ് പോയതല്ല, അവൻ്റെ മൈക്ക് എന്തോ പ്രശ്നം ഉണ്ടായി. അല്ലെ എൻ്റെ മൈക്ക് എന്തോ പ്രശ്നം ഉണ്ടായി. കേൾക്കാൻ പറ്റില്ല ഞങ്ങൾ എന്തൊക്കെ. ഓടാ നിന്നെ വീഡിയോ വെച്ചിട്ടുള്ളോ? ഓടാ ചാടാ. എടി ഇവൻ ആദ്യം പോയി ചത്താൻ ആമിനാവും. ഇവനുള്ളപ്പോൾ ഒരു കോൺഫിഡൻസാണ്. ചാവാൻ കുറച്ചു നേരം പിടിച്ചെങ്കിലും നിൽക്കും. ഇവനില്ലാത്തപ്പോൾ നീ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. തോക്കും 100% ഉറപ്പാണ്. അയ്യോ കിട്ടി. എടാ ഇറങ്ങിപ്പോടാ എത്തിത്തോടേ. എന്നെ അടിക്കാതെ വേറെ വല്ല പണി നോക്കണം. എടാ നിരഞ്ജൻ, നിനക്ക് റേഞ്ച് ഉണ്ടായി കയറിപ്പോയി അടിയടാ. ഞാൻ കയറൂല. നീ എന്നിട്ട് ഒളിച്ച് കളിക്കണ കയറി അടിയാ. ഒയ്യോ പണ്ടാ ചുറ്റിനും ഗോളൊന്നും പറ്റില്ല. ഇങ്ങനെ അടിക്കാം. ഇവിടെ കൊച്ചച്ഛനും കൊച്ചമ്മേനെ വരെ ഞാൻ വിളിച്ചിടാം. അവനടിച്ച് വായി. ഞങ്ങൾ പിന്നെ രണ്ടുപേരോട് കളിക്കണത് രണ്ടുപേരോട് കയറി വരാൻ പറഞ്ഞിട്ടാട്ടോ വയസ്സ്. ഇവന്മാർ ആ റേഞ്ചിൽ എവിടെയാണ് നീ? ഇവൻ ബ്ലൂ ആള് നീ കളി വരണ്ടേ? സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. അവനെ பார்த்தனே അംബാബസിൽ കേട്ടതേന ഐസ് ബ്ലാക്ക് ഐ ആം വൈറ്റ് സിനോ റെസ്പെക്ട് ചെയ്യണ്ടി മനോമണിനാ റൈസ് നായോ. അവൻ എന്നെ അടി. അയ്യോ സോണ് മലയുടെ എലിമിനേറ്റഡ്. ഇതിനാറ്റി ഗൈസ് അവൻ വിളിച്ചിട്ട് എന്നൊക്കെയോ പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ലെന്ന്. ഗൈസ് വന്നു ഞാൻ. ബട്ട് കണ്ടല്ലോ ഒരവസ്ഥ. അവൻ വിളിച്ചിട്ട് വെറുതെ ഇവൻ പിന്നെ അയർത്തിട്ടാ. 53 നന്ദിയും വെച്ചോ. സ്കൈലർ അല്ല പിന്നെ സ്കൈലർ അവൻ അയർത്തിട്ട് എനിക്ക് കളി കയറി. ഞാൻ സ്കൈലർ വിട്ടു. ഗൈസ് കംബാക്കാ. കളി എടുക്കുവോ? കംബാക്ക് എടുത്താൽ മതിയായിരുന്നു. കംബാക്ക് ആയിരുന്നു
ഗൈസ് പിന്നെ ഞങ്ങൾ പിന്നെ പറയണമെന്നില്ല, ഈ കളി ഞാൻ അങ്ങ് നിർത്തിയേക്കുക. കാരണം ഞാൻ ഇതുവരെ 20 മിനിറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ തന്നെ കുറച്ചായി. അപ്പോൾ ഈ ഒരു കളി തന്നെ ഞങ്ങൾ നിർത്തിയേക്കുക. പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം, ചിലപ്പോൾ പറ്റത്തില്ല. ഡെയിലി വീഡിയോ നോക്കാം. ഇവൻ എവിടെയാണ് എടാ നിരഞ്ജ് വീടിൻ്റെ മണ്ടക്കേറി കളിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വീടിൻ്റെ മണ്ടക്കേറി കളിക്കല്ലോ കളിക്കും. എടാ ഇവൻ ഇവിടുന്ന് അടിക്കണുണ്ടല്ലോ. അവിടെ എപ്പിക് ത്രോണറാണ്, ഇവിടുന്ന് അടിക്കണുണ്ട്. അവൻ അങ്ങറ്റത്താണല്ലോ. അവൻ ആ വീടിൻ്റെ അകത്തുണ്ട്, ഞാൻ കണ്ട് പക്ഷെ നമുക്ക് 7 എടുത്തിട്ട് ഒന്ന് കളിച്ചു നോക്കിയാൽ അടിക്കാറില്ലേ. അവനാ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണമെന്ന് തോന്നുന്നു. അവനാ വീട്ടിനകത്ത് നോക്കി കളിക്കുന്നുണ്ട്. ഇവിടെ ഈ ചാത്തൻ്റെ എവിടെയാണ് ഈ ചാത്തൻ? ബ്ലൂ ആയിട്ടല്ല അല്ലെ ചാത്തൻ അടിച്ച് നിരഞ്ജൻ ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷെ ഇവനെ കാണാനില്ല. എവിടെയാണ് കഴിക്കണം? ഇവിടെ ഇവൻ ഇതിനെ മണ്ടയിൽ കയറിയടാ. പിന്നെ അവനെന്നെ മണ്ടക്കോട്ട് കയറുവാന്ന് ഇവനൊന്നും ഒരേ ടൈപ്പാണല്ലോ, മണ്ടക്ക് കയറി കളിക്കും. ഇവൻ ഇവിടെ എത്തിയ ഇവൻ ഇവിടെ വന്നു. ഇപ്പോഴാണ് കഴിച്ചു, എനിക്ക് കാണാൻ പോലും വയ്യ. നെറ്റ് പോണ അവൻ്റെ വന്നിട്ടൊന്ന്. അയ്യോ ഇപ്പൊ കിട്ടിയേനെ. വെള്ളം കിട്ടി പോകും. ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ടീമിൽ ഇപ്പൊ ചത്ത. എല്ലാവരും കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിലാണ്. കംബാക്ക് ആണ്, എടുക്കുവോ? അയ്യോ കുടിക്കണേ. വാടാ അവനെ എലിമിനേറ്റ് ആയി. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇനി എന്തെങ്കിലും വരാം. അപ്പൊ ബൈ.